PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. നിലമ്പൂരിന്റെ ദുരവസ്ഥയ്ക്കെതിരെ താക്കീതായി മുസ്ലിം ലീഗ് സമരസംഗമം. പദ്ധതി വിഹിതം സംസ്ഥാനത്ത് പ്രതിപക്ഷ MLA-മാരെ തഴയുന്നു. P. അബ്ദുൽ ഹമീദ് MLA. ഭരണപക്ഷ MLA-മാർക്ക് വാരിക്കോരി പദ്ധതികൾക്ക് പണം അനുവദിക്കുന്ന സർക്കാർ പ്രതിപക്ഷ MLA-മാരെ തഴയുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA. മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിന്റെ ദുരവസ്ഥയ്ക്കെതിരെയുള്ള നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു കിടക്കുന്ന, സർക്കാരിൻ്റെ സജീവമായ ഇടപെടലുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആരംഭിക്കാൻ സാധിക്കുന്ന, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ്, ഇന്നും നമ്മുടെ മനസ്സിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് തുടങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും ഒക്കെ സംസ്ഥാനം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ ആര്യാടൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, തുടങ്ങി വെച്ചിട്ടുണ്ട്, പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വെളിച്ചം കണ്ടില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ പുതിയ നിയമസഭാ സാമാജികനാണ്, 2 ടേമായിട്ട് അദ്ദേഹമാണ് ഇവിടുത്തെ നിയോജക മണ്ഡലം MLA. ഇവിടെ തുടങ്ങി വെച്ച പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളും, ആര്യാടൻ തുടങ്ങി വെച്ച പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ, അത് പൂർത്തീകരിക്കാൻ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന ഒട്ടനവധി പദ്ധതികളെ ഭാഗത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. ബൈപ്പാസിന്റെ പ്രശ്നം, ഞാനിതുമായി ബന്ധപ്പെട്ട ഇക്ബാലിനോടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്മായിലിനോടൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. ഇത്തരത്തിൽ തോന്നിയ പോലെ ഭരണപക്ഷത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും നിലമ്പൂരിൽ UDF സർക്കാരുകളുടെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ ഒരു പദ്ധതി പോലും പുതുതായി തുടങ്ങാൻ നിലവിലുള്ള MLA-ക്കോ ഇടതു സർക്കാരിനോ സാധിച്ചിട്ടില്ല. UDF കാലത്ത് തുടക്കമിട്ട നാടുകാണി പരപ്പനങ്ങാടി പാതയുടെ എസ്റ്റിമേറ്റ് തുകയിൽ നിന്നും 75 കോടി രൂപ വെട്ടിക്കുറയ്ക്കുകയാണ് ഇടതു സർക്കാർ ചെയ്തത്. ഇതോടെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി പോലും നിർമ്മാണം നിർത്തിവച്ചു. ഈ പാതയിൽ ഒട്ടേറെ പ്രദേശങ്ങൾ നിലവിൽ ഗതാഗത യോഗ്യമല്ലാതായി. പലവട്ടം MLA-മാർ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമായില്ല. ഇതുപോലെയാണ് നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെയും സ്ഥിതി. കെറെയിൽ കമ്പനിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. എന്നാൽ അടിപ്പാതയ്ക്ക് നൽകേണ്ട 50% വിഹിതം കേരള സർക്കാർ നൽകാത്തതും റെയിൽവേ, കെറെയിൽ, ജല അതോറിറ്റി എന്നിവ തമ്മിൽ കോർഡിനേഷൻ ഇല്ലാത്തതും കാരണം അടിപ്പാത നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന MLA ഇതിൽ ഇടപെടുന്നില്ല. ജനങ്ങൾ ഇത്രമാത്രം ദുരിതത്തിലായ ഒരു കാലമുണ്ടായിട്ടില്ലെന്നും MLA പറഞ്ഞു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. KT കുഞ്ഞാൻ, മച്ചിങ്ങൽ കുഞ്ഞു, ജസ്മൽ പുതിയറ, PM സീതിക്കോയ തങ്ങൾ, കൊമ്പൻ ശംസുദ്ദീൻ, KP ജൽസീമിയ, A ഗോപിനാഥ്, റഷീദ് വരിക്കോടൻ, നാസർ കാങ്കട, പൂളക്കൽ അബ്ദുട്ടി, P ജംഷീദ്, KP ലുക്മാൻ, സെറീന മുഹമ്മദ് അലി, സുബൈദ കൊരമ്പയിൽ, ഷൌക്കത്ത് കൂമഞ്ചേരി, ഉബൈദ് കക്കീരി, ഫാത്തിമ ഇസ്മായിൽ, ജയശ്രീ അഞ്ചേരിയൻ, സേതലവി കുന്നുമൽ, KT മജീദ്, സഫ്വാൻ ഇലിക്കൽ, അമീർ ആജ്വത്ത്, തങ്കമ്മ നെടുമ്പടി, ബാലൻ ചുങ്കത്തറ, VP അബ്ദുറഹ്മാൻ, റഷീദ് കുന്നത്തേരി, പറമ്പിൽ ബാവ, പുലത്ത് മാനു, TK മുജീബ്, ആലിക്കുട്ടി എടക്കര, വേട്ടശ്ശേരി കോയണ്ണി, MI ഹമീദ്, VP റഷീദ്, അഷ്റഫ് പറമ്പൻ, നാസർ കക്കോടൻ, KT സേതലവി കരുളായി, കുണ്ടിൽ മജീദ്, അഷ്റഫ് മുണ്ടശ്ശേരി, റഷീദ് പൂളപ്പാടം, സലൂബ് ജലീൽ, സജന അബ്ദുറഹ്മാൻ, സീനത്ത് നൌഷാദ്, ബാബു ഏലക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശനിയാഴ്ച 2 മണിക്ക് തുടങ്ങിയ സംഗമത്തിൽ 100ഓളം സ്ഥിരം പ്രതിനിധികളും സമയം ക്രമീകരിച്ച് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിന്നും 50 വീതം പ്രതിനിധികളും പങ്കെടുത്തു. സമരസംഗമം വൈകിട്ട് അവസാനിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ LDF സർക്കാരിന്റെയും MLA-യുടെയും നിലമ്പൂർ നഗരസഭയുടെയും കെടുകാര്യസ്ഥതയ്ക്കെതിരായിരുന്നു സമരം. N4 ന്യൂസ്, നിലമ്പൂർ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.